യോഗയല്ലേ, അപ്പോൾ ഇത് ക്രിയയോ. അപ്പോൾ അത് നമ്മളിതിൽ വരുമ്പോൾ നമ്മുടെ പിന്നെ മനസ്സ് എല്ലാവരും ക്ലിയർ ആയിരിക്കണ്ടേ. മനസ്സാകുമ്പോൾ ഏറ്റവും വലുത്. അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സ് ശാന്തമാവും. ശാന്തം എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുന്നല്ല, പ്രവൃത്തി ശുദ്ധമായിരിക്കട്ടെ. ശുദ്ധം അത് വരും ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഇപ്പോൾ ഉള്ള ശിഷ്യന്മാരെ തന്നെ എല്ലാ തെമ്മാടികളും ഉണ്ട്. പണ്ട് ഗുണ്ട വരെ ഉണ്ട്. പക്ഷെ അവർക്ക് മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ മനംമാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പഴയ ഗുണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവർ ഈ പ്രോസസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളവർ മാറ്റി കൊടുക്കല്ലേ വേണ്ടേ. അവന് ഇതിന് യോഗ്യത ഉണ്ടെങ്കിൽ അവന് കിട്ടിയിരിക്കും. ഇതിൻ്റെ പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകണമല്ലോ. ഈ പരമ്പരപ്പെട്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. എന്തോരം പേരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നറിയാമോ? ആഗ്രഹിച്ച് വന്ന എത്രയോ പേരെ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അവർ എത്രയോ സ്ഥലത്ത് പോയിട്ട് കരഞ്ഞ് അവിടെ ഇരുന്ന് കരയാണ് കിട്ടാണ്ടത്, പോയിറങ്ങി പോകുന്നത്. അങ്ങനെയുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരമ്പരയിൽ പെട്ടതാണ് ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ അത്ര ചില സമയത്ത് ഹൈ എൻഡ് എനർജി ആയിരിക്കും ഇവിടെ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതൊന്നും നോക്കില്ല, അങ്ങ് അടിച്ചു പോകും. ചിലപ്പോൾ അങ്ങനെയും കിട്ടുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേര് എനർജി ഫീൽഡിൻ്റെ ഇതിൽ. പക്ഷെ അങ്ങനെ കിട്ടിയാലും കാര്യമൊന്നും ഉണ്ടാവില്ല, അവർ കൊഴിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോൾ നിൽക്കാൻ പറ്റില്ല. അതിപ്പോൾ പറയാം. അതല്ലേ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം നമുക്ക് അറിയണമെങ്കിൽ ഇപ്പം അറിയാം, സെക്കൻഡിൽ പറയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേര് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞത്. ജസ്റ്റ് പേര് പറയുമ്പോഴേക്കും നിങ്ങൾ ഇന്നാണോ ഔട്ടാണോ എന്നൊക്കെ പറയും. ആളെ കാണണമെന്നൊന്നുമില്ല.